2024 സംസ്ഥാന ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ അത് അമൃത കുടുംബത്തിനും അഭിമാന നിമിഷമായിരുന്നു. അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്ത മഴയത്തു മുൻപേയാണ് മികച്ച ടെലി സീരിയലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കൃഷ്ണചന്ദ്രനാണ് മികച്ച നടൻ, നടൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഗായകൻ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അമൃത ടിവിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ TN കൃഷ്ണചന്ദ്രൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാർ, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. സന്തോഷം. അരനൂറ്റാണ്ട് കാലം നീണ്ടുനിന്ന ഒരു അഭിനയ ജീവിതം, അതിനൊടുവിൽ ഒരു മഴ പോലെ ഒഴുകിയെത്തിയ ഒരു അവാർഡ്. ആ അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞ നിമിഷത്തിൽ എന്താണ് തോന്നിയത്? അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞത് ഒരു പ്രത്യേക നിമിഷത്തിലാണ്. കാരണം എൻ്റെ അച്ഛൻ്റെ ഒന്നാമത്തെ ശ്രാദ്ധമായിരുന്നു. അപ്പോൾ തിരുനാവായ എന്നുള്ള സ്ഥലത്ത് ഭാരതപ്പുഴയിൽ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞാനും എൻ്റെ അഞ്ചത്തിയും റൂമിൽ വന്നിട്ട് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യത്തെ ഫോൺ കോൾ വരുന്നത്. അമൃത ന്യൂസിൽ നിന്ന് കൃഷ്ണകുമാറാണ് എന്നെ വിളിക്കുന്നത്. അദ്ദേഹമാണ് ഒരു കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, കൺഗ്രാജുലേഷൻസ് കിട്ടാൻ തക്കോണം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്താണ് ഈ അടുത്ത കാലത്ത് ഉണ്ടായതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ്റെ പത്രസമ്മേളനമായിരുന്നു. അപ്പോൾ അതിൽ 2024 അവാർഡുകൾ, ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചു. അതിൽ ബെസ്റ്റ് ആക്ടർ ചേട്ടനാണെന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം ഞാനത് തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൽ നല്ല ക്യാരക്ടറായിരുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും ഒരു അവാർഡ് എന്നുള്ള കാര്യമൊന്നും എനിക്ക് എപ്പോഴും മനസ്സിൽ വരാറില്ല. കാരണം അതിന് പ്രത്യേകിച്ച് കാരണമുണ്ട്. ഞാൻ 78 തുടങ്ങിയതാണ് ഈ അഭിനയം സിനിമാ രംഗത്ത് വന്നത്. ഞാൻ പാടാൻ തുടങ്ങിയത് 81, 82 സമയത്താണ്. അപ്പം നല്ല നല്ല പാട്ടുകൾ പാടിയ സമയത്തൊന്നും എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും പലപ്പോഴും നമ്മളതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് വലിയ എന്താ പറയുക, വലിയ വലിയ മലകൾ ഇങ്ങനെ നിൽക്കുകയാണ് രംഗത്ത്. യേശുദാസും ജയചന്ദ്രനും, ദാസേട്ടനും ജയേട്ടനും. അപ്പം നമ്മുടെ ഒന്നും മനസ്സിൽ പോലും ഒരു അവാർഡ്, ഞാനൊരു നല്ല പാട്ട് പാടി അന്ന് ഈ വർഷം എനിക്ക് അവാർഡായിരിക്കും എന്നൊന്നും പോലും പ്രതീക്ഷിക്കുന്ന ഒരു നമ്മുടെ മനസ്സിൽ തോന്നാറില്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും. ഇപ്പോൾ ഒന്നും അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. പുതിയതായിട്ട് ആദ്യമായിട്ട് വന്ന് ഒരു പാട്ട് പാടി ഒരു പയ്യനൊക്കെ അവാർഡ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ അടുത്ത് കാണുന്നുണ്ട്. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അത് കാരണം നല്ല നല്ല പാട്ടുകൾ പാടിയ വർഷങ്ങളിലൊന്നും എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല. ഇപ്പോൾ വെള്ളിച്ചില്ലും വിതറി എന്നുള്ള എൻ്റെ ആദ്യത്തെ പാട്ട് പാടിയപ്പോഴും കിട്ടിയിട്ടില്ല. രാജാ സാറിൻ്റെ അല്ലീളം പൂവോ പാടിയപ്പോഴോ, അല്ലെങ്കിൽ KV മഹാദേവൻ എന്നുള്ള ശങ്കരാഭരണത്തിൻ്റെ സംഗീത സംവിധായകൻ ചെയ്ത രംഗം എന്നുള്ള ചിത്രത്തിലെ വനശ്രീ മുഖം നോക്കിയാണെങ്കിലും, അർജുന മാസ്റ്ററുടെ സൗഗന്ധികങ്ങൾ വിടർന്നോ എന്നുള്ള പാട്ടാണെങ്കിലും, അതിനൊക്കെ വേണമെങ്കിൽ ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ അവാർഡൊക്കെ കിട്ടാമായിരുന്നു എന്ന്. പക്ഷെ ആ സമയത്തൊക്കെ അവരുടെയൊക്കെ നല്ല പാട്ടുകൾ ഉണ്ടായിരിക്കാം, ദാസേട്ടൻ്റെയും ജയേട്ടൻ്റെയും ഒക്കെ. അതുകൊണ്ട് അതിൽ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ നിന്ന് പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്ന് കുറച്ചു കാലം പോയപ്പോഴാണ് ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടി ആയി മാറിയപ്പോൾ ഞാൻ ഡബ്ബ് ചെയ്ത പല പടങ്ങളിലും 2 ക്യാരക്ടറിന് എനിക്കിതുപോലെ ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടുള്ള അവാർഡ് കിട്ടിയത് അറിയുന്നുണ്ടാവും. വിനീതിന് വേണ്ടി ചെയ്ത കാബൂളി വാലയും, പിന്നെ കുഞ്ചാക്കോ ബോബന് വേണ്ടി ചെയ്ത അനിയത്തി പ്രാവും. ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ ഈ സമയത്തൊക്കെ എനിക്ക് പാട്ടിന് ഒരു നല്ല അവാർഡ് കിട്ടിയില്ല എന്നുള്ളത് മനസ്സിൻ്റെ ഉള്ളിൽ എവിടെയോ ഇങ്ങനെ. എൻ്റെ അച്ഛന് പ്രത്യേകിച്ചും ഉണ്ടായിരുന്നു. അച്ഛനമ്മമാരാണല്ലോ നമുക്ക് എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ അച്ഛന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ആക്ടിങ്ങിനാണ്, ഇപ്പോൾ മിനി സ്ക്രീനാണെങ്കിലും കൂടി ഒരു അവാർഡ് കിട്ടിയപ്പോൾ, അതും പ്രത്യേകിച്ച് അച്ഛൻ്റെ ശ്രാദ്ധ ദിനത്തിൽ കിട്ടിയപ്പോൾ ഞാനത് അച്ഛൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടിയ പോലെയാണ്. എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു അത് കേട്ടപ്പോൾ തോന്നിയത്. അതാണ് എൻ്റെ. സർ, കുട്ടിച്ചൻ എന്ന ഒരു കഥാപാത്രത്തിലേക്കുള്ള ഒരു വേഷപ്പകർച്ച, ആ ഒരു വേഷപ്പകർച്ചയിൽ എന്തെങ്കിലും വെല്ലുവിളി നേരിട്ടിട്ടുണ്ടായിരുന്നോ? വെല്ലുവിളി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് അങ്ങനെ ഒരു ക്യാരക്ടർ എന്നെ എങ്ങനെ ഏൽപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ഇപ്പോൾ സ്കന്ദനായാലും ശരി, സിന്ധു എന്നുള്ള നമ്മുടെ അമൃത TVയിലെ സിന്ധു ആയാലും ശരി, അതിൻ്റെ കഥ എഴുതിയ ദിനേശ് പള്ളത്തായാലും ശരി, സ്ക്രിപ്റ്റ് എഴുതിയ സംവിധായകൻ ജിജു ആയാലും, എങ്ങനെയാണ് ഇയാൾ, കാരണം എന്നെ പൊതുവെ എല്ലാവരും ഒരു പാവം ക്യാരക്ടേഴ്സാണ് എനിക്ക് തരാറുള്ളത്. ഇത് പാവമാണെന്ന് തോന്നുന്ന എന്നാൽ ഉള്ളിക്കൂടെ ഒരു പക വെച്ച് നടക്കുന്നൊരു മനുഷ്യനായിട്ടാണ്. അത് എനിക്ക് ഒരു രസമായിട്ട് തോന്നി. വെല്ലുവിളി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നല്ല നല്ല കുറച്ച് സീൻസൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് സമയമെടുത്ത് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ഒരു കാര്യം ഇവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ പുറത്തെ സീരിയൽസും പുറത്തെ ചില സിനിമകളും ഒക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ്. വല്ലപ്പോഴേ ഉള്ളെങ്കിലും, എപ്പോഴും അങ്ങനെ അഭിനയ പരിപാടി ഇല്ല എനിക്ക്. എങ്കിലും അപ്പം നമ്മൾ അനുഭവിക്കുന്നൊരു കാര്യം,
ഒരു സീൻ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തരുമ്പോൾ, പ്രത്യേകിച്ച് സീരിയലിലാണ് ഞാൻ ഈ പറയുന്നത്, സിനിമയിലല്ല, ബാക്കിയുള്ള ചാനലിലൊക്കെ വരുന്നതിൽ നമുക്ക് അതിനെപ്പറ്റി നമുക്ക് ഇങ്ങനെ അഭിനയിക്കാം എന്ന് ആലോചിക്കാൻ ഒരു സമയം പോലും നമുക്ക് തരില്ല. കാരണം ഒരു ദിവസം ഇത്രയും തീർത്തിരിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. സംവിധായകനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രീതി. അപ്പോൾ നമുക്കൊന്നും ആലോചിക്കാൻ പറ്റില്ല, നമുക്ക് എന്ത് വരുന്നോ നമ്മളതങ്ങോട്ട് അടിച്ചടിച്ചടിച്ചടിച്ച് വിടുകയാണ്. അങ്ങനെയുള്ളൊരു സമയത്താണ് അമൃതയിൽ ചെയ്യുന്ന സീരിയൽസ് എല്ലാവരും, ഇപ്പം ഞാൻ പുറത്ത് അഭിനയിക്കുമ്പോഴും കൂടി എല്ലാവരും പറയുന്നത് അമൃതയിൽ ചെയ്യുമ്പോഴാണ് നമുക്കൊരു മനസ്സമാധാനമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്. കാരണം ഒരു നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ അതിഭാവുകത്വമൊന്നും ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവം. നമുക്കിത് ആലോചിച്ച് എന്ന് വെച്ചാൽ കുറേ സമയം എടുക്കുന്നു എന്നല്ല, എന്നാലും നമ്മളൊരു പൊതുവെ നമുക്കിതൊന്നും ആലോചിച്ച് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ആലോചിക്കാനുള്ളൊരു സമയം നമുക്ക് സംവിധായകനും പ്രൊഡക്ഷൻ സൈഡും ഒക്കെ തരുന്നതുകൊണ്ട് നമുക്ക് അതിനൊരു കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റിയ. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ചിലപ്പോൾ, ഇതിപ്പോൾ ഒരു നായക കഥാപാത്രം പോലും അല്ല എൻ്റെത്, എന്നിട്ടും നല്ല നടൻ എന്നുള്ള ബെസ്റ്റ് ആക്ടർ എന്നുള്ളത് കിട്ടിയതിൽ എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം അങ്ങനെ സാധാരണ കൊടുക്കുന്നത് കണ്ടിട്ടില്ല. അതങ്ങനെയാണ് ചെയ്യേണ്ടത് ശരിക്കും. ഒരു മൊത്തം കഥയിൽ ഒരാൾ വില്ലനായാലും ശരി, സ്വഭാവം നടനായാലും ശരി, നായകനായാലും ശരി, ആരാണോ ആ കഥാപാത്രം മര്യാദയ്ക്ക് ചെയ്തിട്ടുള്ളത് വെച്ചാൽ അവർക്ക് കൊടുക്കുകയാണ് വേണ്ടത് സത്യത്തിൽ. പക്ഷെ നമ്മൾ നായകൻ എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് പലപ്പോഴും നായകന്മാർക്ക് മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു വ്യത്യാസം വന്നതായിട്ട് എനിക്കിപ്പോൾ ഈ പ്രാവശ്യത്തെ അവാർഡ് കാണുമ്പോൾ തോന്നുന്നുണ്ട്. സിനിമ രംഗത്തും സജീവമായിരുന്നു. രതിനിർവേദത്തിലെ പപ്പുവിനെയൊക്കെ മലയാളികൾ ഒന്നാകെ നെഞ്ചേറ്റിയതാണ്. നീണ്ട ഈ സിനിമാ ജീവിതത്തിൽ നിധി പോലെ മനസ്സിൽ ഓർത്തു വെക്കുന്ന ഏതെങ്കിലും നിമിഷമുണ്ടോ? നിധി പോലെ സൂക്ഷിക്കുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ എൻ്റെ തുടക്കകാല എന്ന് വെച്ചാൽ എന്നെ സ്പീഡിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഗുരുക്കന്മാരെ ഓർക്കുമ്പോൾ തന്നെ അതൊക്കെ നിധി പോലെ ഓർക്കുന്ന കാര്യങ്ങളാണ്. ഭരതേട്ടൻ, സംവിധായകൻ ഭരതൻ, അവരൊക്കെ പത്മരാജൻ സാറ് കാരണമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് തന്നെ വന്നത്. അദ്ദേഹമാണ് എന്നെ സെലക്ട് ചെയ്യുന്നത് ഈ ക്യാരക്ടറിന്. അദ്ദേഹത്തിൻ്റെ കഥയായിരുന്നു, നോവലായിരുന്നല്ലോ ഇത്. അപ്പോൾ പത്മരാജൻ സാറിനെ, ഭരതേട്ടനെ, പിന്നെ എനിക്ക് ആദ്യത്തെ ഗാനം തന്ന ശ്രീ IV ശശി, അതുപോലെ തമിഴിൽ എന്നെ ആദ്യമായിട്ട് പാടിപ്പിച്ച ശ്രീ ഇളയരാജ, അതിന് കാരണക്കാരനായ സംവിധായകൻ മോഹൻ, ശാലിനി എൻ്റെ കൂട്ടുകാരിയൊക്കെ സംവിധാനം ചെയ്ത മോഹനേട്ടൻ, ഇങ്ങനെ പലരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അതൊക്കെ എനിക്ക് ഒരു പ്രത്യേക നിമിഷങ്ങളായിട്ട് തന്നെയാണ്. അതൊക്കെ അങ്ങനെയൊക്കെയുള്ള ചില നിമിത്തങ്ങളുണ്ടായി എന്നുള്ളത് അതാണ്. അല്ലാതെ പ്രത്യേകിച്ച് എൻ്റെ 17ാമത്തെ വയസ്സിൽ ഞാൻ അഭിനയിക്കാൻ തുടങ്ങിയതാണ്. 18ാമത്തെ വയസ്സാകുമ്പോഴേക്കും എൻ്റെ ആദ്യത്തെ പടം റിലീസ് ചെയ്തു. ഇന്നിപ്പോൾ ഞാൻ 65 വയസ്സായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതിനുള്ളിൽ എനിക്ക് പോസിറ്റീവായിട്ട് എൻ്റെ കുടുംബമാണ്, അഭിനയിക്കുന്നവരായാലും ശരി, പാടുന്നവരായാലും ശരി, ഡബ്ബിങ് ആർട്ടിസ്റ്റുകളായാലും ശരി, ആ സിനിമ എന്നുള്ള ഇതിൽ ആ കുടുംബം അല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ല. അത് കാരണം നമുക്ക് അവരുടെയൊക്കെ കൂടെയുള്ള ഇത്രയും കാലമുള്ള ജേണി, യേശുദാസിനെ പോലെയുള്ള, ജയചന്ദ്രൻ ചേട്ടനെ പോലെയുള്ള, ജാനകിയമ്മയെ പോലെയുള്ള, സുശീലാമ്മയെ പോലെയൊക്കെയുള്ള മഹാന്മാരായ കലാകാരന്മാരുടെ കൂടെയൊക്കെ പാടാനും, അതുപോലെയുള്ള വലിയ വലിയ സംവിധായകരുടെ കൂടെ, ഈവൻ മണിരത്നം എന്നുള്ള സംവിധായകൻ ഒരേ ഒരു മലയാള ചിത്രമേ ചെയ്തിട്ടുള്ളൂ, ഉണരൂ എന്നുള്ളത്. അതിലഭിനയിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായാണ്. ഞാൻ ലാലിൻ്റെ കൂടെ, മോഹൻലാലിൻ്റെ കൂടെ 1-2 പടം ഞാൻ ചെയ്തതിൽ ഒന്ന് ഉണരൂ എന്നുള്ള ഈ പടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ മമ്മൂക്കയുടെ കൂടെ, ഇങ്ങനെ ഇവരുടെയൊക്കെ കൂടെയുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. സിനിമയിലെ ഒരു പ്രത്യേക നിമിഷം എന്ന് എനിക്ക് പറയാനില്ല, എല്ലാം പ്രത്യേക നിമിഷങ്ങൾ തന്നെയായിരുന്നു. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ തിളങ്ങിയ ഒരു വ്യക്തി, ഈ രണ്ട് മാധ്യമങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? മിനി സ്ക്രീനിൽ ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് ആലോചിക്കാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ എന്നിട്ട് മിനി സ്ക്രീനിൽ അതിഗംഭീരമായിട്ട് അഭിനയിക്കുന്ന ചില ആർട്ടിസ്റ്റുകൾ സത്യത്തിൽ അവരെ ശരിക്കും 4 കൈ കൊണ്ട് തൊഴണം. കാരണം അവർ ചെയ്യുന്നത് ആരും പറഞ്ഞു കൊടുത്തിട്ടുള്ളതല്ല, ആരും നമ്മളെ ഗൈഡ് ചെയ്യാൻ ആരുമില്ല. ഇപ്പോൾ ഡബ്ബിങ് തിയേറ്ററിൽ പോയി നമ്മൾ ഇത് അഭിനയിച്ചതിന് ശേഷം ഡബ് ചെയ്യാൻ കയറുമ്പോൾ പറഞ്ഞു തരാൻ ആരുമില്ല. അവിടെ ഒരു സൗണ്ട് എഞ്ചിനീയർ മാത്രമാണ് ഉണ്ടാവുക. സിനിമയിൽ അങ്ങനെയല്ല. സിനിമയിൽ എല്ലാത്തിനും നമുക്ക് ഇത് വേണ്ട, അത് മതി എന്ന് പറയാൻ ഒരു ആളുണ്ട്. പ്രത്യേകിച്ചും ഭരതേട്ടൻ്റെ, IV ശശിയുടെയൊക്കെ സിനിമകൾ അഭിനയിച്ച് വന്ന നമുക്ക് അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് കിട്ടിയാണ് നമ്മളൊക്കെ വന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പല സിനിമകളും ഡബ് ചെയ്യുമ്പോൾ ഫാസിലിനെ പോലെയുള്ളവർ അവരൊക്കെ തരുന്ന ഇൻപുട്സ് ഉണ്ടല്ലോ, അങ്ങനെ പല ഇൻപുട്സും നമുക്ക് കിട്ടും സിനിമയിൽ നിന്ന്. സീരിയലിൽ അത് കിട്ടാനുള്ള സാധ്യതകളില്ല, ഒന്നാമത് സമയമില്ല. ഇന്ന് എടുത്ത സീനായിരിക്കും ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ വരേണ്ടതായിരിക്കും. അപ്പോൾ കൂടുതൽ ആലോചിക്കാൻ സമയമില്ല. അപ്പോൾ എന്നിട്ടും സീരിയലിൽ നന്നായിട്ട് ഓരോ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്നുണ്ടെങ്കിൽ
അത് അവരുടെ സ്വന്തം കഴിവാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ആലോചിക്കാൻ സമയമില്ല, സിനിമയിൽ കുറച്ചുകൂടി ആലോചിച്ച് നമുക്ക് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഈ കുടുംബ ബന്ധങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നത് സീരിയലിനാണ്. കാരണം ഒരുപാട് കുടുംബ പ്രേക്ഷകരുണ്ട്. അപ്പോൾ നല്ല സന്ദേശങ്ങൾ നൽകുന്ന സീരിയലുകൾ ഇന്നത്തെ കാലത്ത് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്, അത് കുറവാണെന്ന് തോന്നുന്നുണ്ട്? അങ്ങനെയല്ല, സന്ദേശം നൽകണം ഒരു കാര്യത്തിൽ എന്നുള്ളതിൽ ഞാനൊക്കെ വന്ന സ്കൂളെന്ന് പറയുന്നത് ഭരതൻ IV ശശി സെറ്റപ്പിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ ഒരു സന്ദേശം നൽകിയാലേ ഒരു കഥയ്ക്ക് ശരിയാവൂ എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല. സന്ദേശം നൽകിയാൽ നല്ലത്, പക്ഷെ എന്നാലും അതിന് വേണ്ടി ഒരു സാധനം ആവരുത് എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഒരു അഭിപ്രായം. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ടോ സീരിയൽ കണ്ടുകൊണ്ടോ, ഓഫ് കോഴ്സ് ഇന്നത്തെ കാലത്ത് ഞാനീ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. പലതും സംഭവിക്കുന്നുണ്ട്, ചീത്ത കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. നമ്മൾ കേട്ടിട്ടുള്ള പല പ്രശ്നമായിട്ടുള്ള കാര്യങ്ങൾ ഇത് ഞങ്ങൾ സിനിമയിൽ നിന്ന് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ഇത് സീരിയലിൽ നിന്ന് കണ്ടിട്ടാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നല്ലൊരു സന്ദേശം കഴിയണമെന്ന് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു സംവിധായകർക്കും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചാനലുകളുടെയും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെയുള്ള നിർബന്ധം കാരണം പലർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടെ ജീവിതമല്ലേ, പലരുടെയും ജീവിതമാണത്. അപ്പോൾ അത് കാരണം നമുക്ക് ആരെയും അങ്ങനെ കുറ്റം പറയാൻ പറ്റുന്നില്ല. ഇതിനകത്തേക്ക് കയറി നോക്കുമ്പോൾ നമുക്ക് ആരെയും അങ്ങനെ കണ്ണടച്ച് കുറ്റം പറയാൻ സാധിക്കുന്നില്ല. കാണണ്ടാത്തവർ കാണണ്ട സീരിയൽ എന്നുള്ളത് മാത്രമേ അതിൽ പറയാനുള്ളൂ. ഈ സിനിമാ രംഗത്തേക്കോ അല്ലെങ്കിൽ സംഗീത രംഗത്തേക്കോ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യുവതലമുറയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? യുവതലമുറയെ ഉപദേശിക്കാൻ ഞാൻ ഒരിക്കലും ഒരു യോജിച്ച ആളല്ല. ഒന്നാമത്തെ കാര്യം, നമ്മളെ ആരും അങ്ങനെ ഉപദേശിച്ചിട്ടില്ല. നമ്മൾ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ട് ആണ് നമ്മൾ പല പെരുമാറ്റം പോലും പലരുടെയും നിന്നും, ഇപ്പോൾ SPB പോലെയുള്ള അല്ലെങ്കിൽ ദാസേട്ടനെ പോലെയുള്ള ജയേട്ടനെ പോലെയുള്ള ഗായകരിൽ നിന്നൊക്കെ അവരുടെ പല കാര്യങ്ങളും കണ്ടാണ് നമ്മളൊക്കെ പഠിച്ച് വളർന്നു വന്നത്. അപ്പോൾ അതുപോലെ സീനിയേഴ്സായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ കാര്യങ്ങൾ എടുക്കുക. പാട്ടെന്നുള്ളത്, ഞാൻ പാട്ടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഗായകന്മാരിൽ ഇപ്പോൾ അസാധ്യമായിട്ട് പാടുന്ന കുട്ടികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊന്നും ഒരു ഉപദേശം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. വേണമെങ്കിൽ അവരുടെ നിന്ന് നമുക്ക് വല്ലതും എടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അവരൊക്കെ നല്ല കഴിവുള്ളവരാണ് വരുന്നത്. പിന്നെ സിനിമയിൽ പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് കുറഞ്ഞു. അപ്പോൾ അതിന് സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകളേ ഉള്ളൂ. പണ്ടത്തെ നമ്മളിപ്പോൾ എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗംഭീരം ഞങ്ങളുടെ കാലത്ത് എന്ന് പറഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. പുതിയതായിട്ട് വരുന്നതിൽ നല്ല കാര്യങ്ങളെ നമുക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. താങ്കളുടെ അഭിനയം പോലെ തന്നെ ജനങ്ങൾ നെഞ്ചേറ്റിയതാണ് പാട്ടും. ഈ വെള്ളിച്ചിലും വിതറി എന്ന പാട്ടൊക്കെ ഇന്നും മലയാളികളുടെ അധരങ്ങളിൽ ജീവിക്കുന്നവയാണ്. നമുക്ക് വേണ്ടി ഒരു 2 വരി പാടാം. നോക്കാം. വെള്ളിച്ചില്ലും വിതറി തുള്ളി തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം. നന്ദി സാർ. ജീവിതത്തിൽ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.